ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. പോലീസിന്റെയും സർക്കാരിന്റെയും കണക്കുകൂട്ടൽ തെറ്റിച്ച് പന്തളം സംരക്ഷണ സംഗമം. 1500 പേർ മാത്രമേ വരൂവെന്ന പന്തളം SHOയുടെ വാക്ക് വിശ്വസിച്ച് നിയോഗിച്ചത് വെറും 200 പോലീസുകാരെ. MC റോഡ് 3 മണിക്കൂർ നിശ്ചലമായി. ഗതാഗതം വഴിതിരിച്ചു വിടുവാൻ പോലും കഴിയാതെ പോലീസ് പെട്ടു. വെട്ടിലായത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദാണ്. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതി പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം വിജയിക്കില്ലെന്ന മട്ടിലാണ് പന്തളം SHO TD പ്രജീഷ് റിപ്പോർട്ട് നൽകിയത്. 1500 പേരിൽ കൂടുതൽ കാണില്ലെന്നായിരുന്നു പ്രജീഷ് മേലുദ്യോഗസ്ഥരെ അറിയിച്ചത്. അടൂർ DYSP 3000 പേർ വരുമെന്ന് റിപ്പോർട്ട് കൊടുത്തു. ഫീൽഡിൽ സഞ്ചരിക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇത് ഇരട്ടിയാക്കി റിപ്പോർട്ട് നൽകി. അത് പ്രകാരം 200 പോലീസുകാരെയാണ് സംഗമം നടന്ന കുളനട ശ്രീവത്സം ഗ്രൗണ്ടിൽ നിയോഗിച്ചത്. 20,000-ഓളം പേരാണ് സംഗമത്തിനെത്തിയത്. അത്രയും പേരെ ആ ഗ്രൗണ്ട് ഉൾക്കൊള്ളുമായിരുന്നു. എന്നാൽ സംഘാടകർ പോലും ഇത്രയും ആളെ പ്രതീക്ഷിച്ചില്ല. ഗ്രൗണ്ടിന്റെ പകുതിക്ക് വെച്ചാണ് സ്റ്റേജ് തയ്യാറാക്കിയത്. ഇതോടെ 3ഓളം ജില്ലകളിൽ നിന്ന് വന്ന സംഘപരിവാർ പ്രവർത്തകർ അടക്കം റോഡ് വരെ നിരന്നു. വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് ഒന്നും നിശ്ചയിച്ചിരുന്നില്ല. ഇത്രയും ആളുകൾ കൂടുമെന്ന് കണ്ട് ഗതാഗതം വഴിതിരിച്ചു വിടുവാനും കഴിഞ്ഞില്ല. എത്ര പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ കൃത്യമായി രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചതുമില്ല. രാവിലെ പന്തളം ജ്ഞാന കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാറിൽ 3000-ലധികം പേർ പങ്കെടുത്തിരുന്നു. ഹാൾ നിറഞ്ഞു കവിഞ്ഞ് ആളുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പോലും വൈകിട്ട് നടക്കുന്ന സംഗമത്തിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് പന്തളം SHOയ്ക്കോ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കോ മനസ്സിലായില്ല. 2 ആഴ്ച മുമ്പ് കോന്നിയിൽ നടന്ന കരിയാട്ടത്തിൽ വേടന്റെ പരിപാടിക്ക് ഗതാഗതം തിരിച്ചുവിട്ട് നടത്തിയ ക്രമീകരണം പോലും ചെയ്യാൻ പോലീസിനായില്ല. 20,000-ഓളം പേർ പങ്കെടുത്ത പരിപാടി മുൻകൂട്ടി അറിയാൻ പറ്റാത്ത രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പോലീസ് മേധാവിയും വീഴ്ച വരുത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. പമ്പയിൽ നടന്ന സർക്കാർ പരിപാടിക്ക് ആളില്ലാതിരിക്കുകയും വേണ്ടത്ര പ്രചാരണമില്ലാതെ നടന്ന പന്തളം പരിപാടിക്ക് വൻ പങ്കാളിത്തമുണ്ടാവുകയും ചെയ്തത് സർക്കാരിന് വലിയ നാണക്കേട് സൃഷ്ടിക്കുകയാണ്. അതിനിടെയാണ് MC റോഡിൽ 3 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത്. പന്തളം SHOയ്ക്കെതിരെ നടപടി വരുമെന്നാണ് സൂചനകൾ. ന്യൂസ് ബ്യൂറോ, പന്തളം.